ലൈംഗിക സുഖം ആസ്വദിക്കുന്നതിനായി വ്യത്യസ്ത വഴികൾ തേടുന്നവർ ഒന്ന് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഹെർപ്പസ് വൈറസ് തലച്ചോറിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്ന് പഠന റിപ്പോർട്ട് പുറത്തുവരികയാണ്. ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസ് ടൈപ്പ് 1 HSV1 മൂക്കിനകത്തേക്ക് പ്രവേശിക്കുമെന്നും അവിടെ നിന്നും തലച്ചോറിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തുമെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ഈ അണുബാധ തലച്ചോറിൽ വീക്കമുണ്ടാക്കുകയും ക്രമേണ അത് കൂടുതൽ ഗുരുതരമായ ഡിമെൻഷ്യ പോലുള്ള രോഗങ്ങളിലേക്ക് എത്തുകയും ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. കിടപ്പുമുറിക്കുള്ളിൽ ഇത്തരത്തിലുള്ള അണുബാധ നടക്കാൻ സാധ്യത ഏറെയാണെന്നും ഗവേഷണത്തിന് നേതൃത്വം നൽകിയ യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിലെ പ്രൊഫസർ ദീപക് ശുക്ല വ്യക്തമാക്കി. HSV1 ബാധിച്ച ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്തിനും സമീപവും മൂക്ക് വരുന്നത് അത്യന്തം അപകടകരമാണെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. മൂക്കിലൂടെയുള്ള അണുബാധയ്ക്ക് സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. വായ്ക്കകത്ത് കുരുക്കൾ കാരണമാകുന്ന ഈ വൈറസ് ലോകത്തിലാകമാനമായി 40 ലക്ഷത്തോളം പേരിൽ മാത്രമേ കാണൂവെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. അണുബാധയുള്ള ഒരാളുടെ കുരുവിൽ സ്പർശിക്കുക വഴിയാണ് സാധാരണയായി ഈ വൈറസ് മറ്റൊരാളിലേക്ക് പടരുന്നത്. വായിൽ കുരുക്കൾ വരുന്ന സമയത്ത് ഈ രോഗിയുടെ ഉമിനീരുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടാലും വൈറസ് പകരാനുള്ള സാധ്യതയുണ്ട്. സമാനമായ രീതിയിൽ ലൈംഗിക അവയവങ്ങളിലും ഈ വൈറസ് കുരുക്കൾക്കും കാരണമാകുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയുമായി സെക്സിൽ ഏർപ്പെടുകയാണെങ്കിൽ മൂക്കിലൂടെ ഈ വൈറസ് മസ്തിഷ്കത്തിലെത്താനുള്ള സാധ്യത വളരെ കൂടുതലാകും. ഈ വൈറസുകളെ മസ്തിഷ്കാരോഗ്യം തകർക്കാൻ സഹായിക്കുന്ന ഒരു എൻസൈം മനുഷ്യ ശരീരത്തിലുണ്ടെന്നാണ് എംബയോ എന്ന സയൻസ് ജേണലിൽ എഴുതിയ ലേഖനത്തിൽ പ്രൊഫസർ ശുക്ല വ്യക്തമാക്കിയിരിക്കുന്നത്. ഹെപ്പറാനസ് അഥവാ HPSE എന്ന ഈ എൻസൈം ഒരു പാവകളിക്കാരൻ തന്റെ പാവകളെ കളിപ്പിക്കുന്നതിന് സമാനമായ രീതിയിൽ ഈ വൈറസുകൾ ഇവയെ നിയന്ത്രിച്ചുകൊണ്ട് മസ്തിഷ്കത്തിലെ വീക്കം കാലക്രമേണ വലുതാക്കുന്നു. ഇത് മസ്തിഷ്കത്തിന് ദീർഘകാലാടിസ്ഥാനത്തിൽ ഏറെ ദോഷം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. മനുഷ്യർ ഉൾപ്പെടെ എല്ലാ സസ്തനികളിലും കണ്ടുവരുന്ന ഒരു സാധാരണ എൻസൈമാണ് HSPE. പഞ്ചസാര പോലുള്ള തന്മാത്രകളെ വിഘടിപ്പിച്ച് ശരീരകോശങ്ങൾക്ക് ആവശ്യമായ ചില പദാർത്ഥങ്ങൾ നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ധർമ്മം. അതോടൊപ്പം മൃദുകോശങ്ങൾ പൂർണ്ണമായി നശിപ്പിച്ചുകൊണ്ട് പുതിയ കോശങ്ങൾ രൂപമെടുക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. എന്നാൽ HSV1 ബാധയുണ്ടായാൽ വൈറസ് എൻസൈമിനെ നിയന്ത്രണത്തിലാക്കി വീക്കം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. സാധാരണയായി HSV1 വൈറസ് ബാധിച്ചാൽ ഒരു ജലദോഷമോ അല്ലെങ്കിൽ തൊണ്ടവേദനയോ ഒക്കെ മാത്രമേ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. എന്നാൽ ഇത് മസ്തിഷ്കത്തിൽ എത്തിയാൽ ഏറെ ആശങ്കപ്പെടേണ്ടതുണ്ട്. ഡിമെൻഷ്യ പോലുള്ള പല ഗുരുതര രോഗങ്ങൾക്കും ഇത് കാരണമാകും. ഇത്തരത്തിൽ രോഗബാധ ഉണ്ടാകുന്നത് വളരെ വിരളമാണെങ്കിൽ പോലും അതിനുള്ള സാധ്യതയുണ്ട് എന്നും പ്രൊഫസർ ശുക്ല ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. HSV1 വൈറസുകളെ എലികളുടെ നാസാരഗ്രങ്ങളിൽ പ്രവേശിച്ചിരുന്നതായി ഗവേഷകർ പരീക്ഷണം നടത്തി ഇത് ഫലം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു വൈറസ് നമ്മുടെ ചുറ്റുമുണ്ടെന്ന് മനസ്സിലാക്കുകയും അതിനുവേണ്ടിയുള്ള ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ എടുക്കുകയും വേണം. ഇല്ലെങ്കിൽ ഇനിയും വലിയ വലിയ അസുഖങ്ങളും അതുപോലെ തന്നെ ബാക്ടീരിയയും വൈറസും നമ്മളെ പിടികൂടുകയും ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കണം.